ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുവും ചീരുവും അനിതയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അനിതയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കാൻ കേട്ടോ, എന്താണ് ഉണ്ടായത്? ഞങ്ങളിപ്പോൾ ശബരിയെ കണ്ടിരുന്നു, പിന്നെ അമ്പിളി ചേച്ചി വിളിച്ച് പറഞ്ഞു, എന്താണ് അവിടെ ഉണ്ടായത് കാര്യം ചോദിച്ചറിയുകയാണ്. അപ്പോൾ ശബരി എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ശബരി ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ അനിയൻ അബിയെയും ദയയെയും പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ടെൻഷൻ ആവുകയൊന്നും വേണ്ട, ദയയുടെ പേരിൽ കേസൊന്നും എടുത്തിട്ടില്ല എന്ന് ശബരി എന്നെ വിളിച്ച് അറിയിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ചീരുവിനോടും അനുവിനോടും അനിത പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അനിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ചില ദുഷിച്ച മനസ്സുള്ള ആളുകൾ പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളാണ് ഭർത്താവ് ഗൾഫിലായി കഴിഞ്ഞാൽ ആ ഭാര്യ എല്ലാ തരത്തിലുള്ള ചീത്തപ്പേരും അപവാദങ്ങളും പറഞ്ഞു പരത്തുക. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് ചെയ്തത്, അതാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ളത് എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ചീരു അനു ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അനിത പറയാൻ, എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കാരണം ഇനി ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇനി അശോകേട്ടൻ വരുന്നവരെയും ഞാൻ ആ വീട്ടിലേക്ക് വരികയുമില്ല. അത്രമാത്രം അധികം എന്നെ മാനസികമായി എന്നെയും ശബരിയെയും ചേർത്ത് ഓരോ കാര്യങ്ങൾ അവിടെ വാസന്തി ചേച്ചിയും പറയുകയാണ്. അത് എന്നെക്കൊണ്ട് ഇനി താങ്ങാൻ കഴിയുകയില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ശബരിയുടെ ജീവിതം ഒരിക്കലും തകർന്നു പോകരുത്. ദയയെ എത്രയും പെട്ടെന്ന് ശബരിയുടെ അടുത്ത് എത്തിക്കണം. ദയയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ധനേട്ടനും വാസന്തി ചേച്ചിയും കൂടിയിട്ടാണ് ദയയുടെ മനസ്സിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്തി കൊടുത്തത്. സ്വന്തം ഭർത്താവിൻ്റെ അനിയനെ ചേർത്ത് അപവാദം പറഞ്ഞു പരത്തുമ്പോൾ അത് എത്രമാത്രം അധികം സഹിക്കാൻ കഴിയാത്ത ഒരു വാക്കാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ. പക്ഷേ ഞാൻ കാരണം ഒരിക്കലും ശബരിയുടെയും ദയയുടെയും ജീവിതം ഇല്ലാതാവരുത്. അതുകൊണ്ട് ഞാൻ ഇനി അശോകേട്ടൻ വരുന്നവരെയും ഞാൻ ആ വീട്ടിലേക്ക് പോകും. നിങ്ങൾ ദയയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്തും അനുവിനും ഒരുപാട് വിഷമമാവുകയാണ്. അനിതയാണെങ്കിലോ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ പറയുന്നത്. എന്നിട്ട് അനിത പോവുകയാണ് കേട്ടോ. പിന്നീട് ദാസാറും കൂടിയിട്ട് ദയയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നിട്ട് ദയ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് അവരോട് പെരുമാറുന്നത്. എനിക്ക് നിങ്ങളെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രഘു ദയക്ക് കുടിക്കാനുള്ള ചായയൊക്കെ വാങ്ങിയിട്ടാവും ചെല്ലുന്നുണ്ടാവുക. പക്ഷേ ദയ അതൊന്നും വാങ്ങാൻ പോലും കൂട്ടാക്കുന്നില്ല. എന്നിട്ട് മോശമായിട്ട് തന്നെയാണ് കേട്ടോ രഘുവിനോട് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് അച്ഛനിപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും. അച്ഛൻ്റെ വാക്ക് ഞാൻ അച്ഛൻ്റെ ഒപ്പം വന്നത് തന്നെ. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും നല്ല ആശ്വാസമായിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെയുള്ള വാക്കുകളാണ് കേട്ടോ ദയ പറയുന്നത്. അങ്ങനെ രഘുവും ദാസും ഒരുപാട് സംസാരിക്കാനൊക്കെ ദയയോട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദയ അതിനൊന്നും കൂട്ടാക്കുന്നില്ല. അങ്ങനെ വീണ്ടും രഘു ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടാന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും അഹങ്കാരത്തോടു കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിൾ പറയുകയോട് ചോദിച്ചതാണ് വെള്ളം എന്തെങ്കിലും വേണോ എന്നുള്ളത്. പക്ഷേ ആ കുട്ടി ഒരേ പിടിവാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ കൊണ്ടുവന്നത് തിരികെ എന്ന് പറയുകയാണ്. അങ്ങനെ രഘുവും ദാസാറും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. ആ സമയത്താണ് രഘുവിൻ്റെ ഫോണിലേക്ക് അനു വിളിക്കുന്നത്. എന്നിട്ട് അനു ചോദിച്ചറിയുകയാണ്, ഞങ്ങളിപ്പോൾ അവിടേക്ക് വരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യം, നിങ്ങൾ ദാസാറിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുകയാണ് കേട്ടോ അനുവിനോടും ചീരുവിനോടും. എന്നിട്ട് ചീരുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്താണ് ഡോക്ടർ പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് രഘു ചോദിച്ചറിയുന്നുണ്ട്. രഘുവും ദാസാറും കൂടി വിനയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ ചായ വിനയന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനയനാണെങ്കിലോ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഇരിക്കുകയായിരിക്കും. ചായ കിട്ടുന്ന സമയത്ത് ഒറ്റ വലിക്കങ്ങ് കുടിച്ചു തീർക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദാസാറിൻ്റെ കയ്യിലുള്ള വെള്ളക്കുപ്പിയിലെ വെള്ളം ചോദിക്കാനാണ്. എനിക്കൊന്ന് കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തും സഹിക്കും, പക്ഷേ എനിക്ക് വിശപ്പ് തീരെ സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയണം. അങ്ങനെ വിനയന് നല്ല സ്വഭാവം വരികയാണ്. വിനയൻ കുറ്റബോധത്തോട് കൂടിയിട്ടാണ് രഘുവിനോടും ദാസാറിനോടും കൂടി സംസാരിക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഇനി തെറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്കിപ്പോൾ എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലായി. എനിക്കിപ്പോൾ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ തന്നെ എന്നെ സ്വയം കുത്തിയത് കൊണ്ട് എനിക്ക് വേദന എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ എന്നെ പുറത്തിറക്കാൻ രഘുവും ദാസാറും കൂടി സഹായിക്കണമെന്ന് വിനയം പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് എൻ്റെ പേരിൽ വല്ല കുറ്റവും ചാർത്തുമോ എന്നാണ് എനിക്ക് പേടിയുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ വിനയൻ. അപ്പോൾ രഘുവും ദാസാറും പറയണ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട വിനയ, നീ ഇപ്പോൾ സംസാരിച്ചതെല്ലാം തന്നെ നിന്റെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നതെങ്കിൽ നിനക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ നീ ഇനി ഒരിക്കലും ഒരു പേടിയും വിചാരിക്കേണ്ട. പിന്നെ നിൻ്റെ ഫോണും നിൻ്റെ ലാപ്ടോപ്പും സൈബർ സെല്ലിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ പിന്നെ ഇവർ വെറുതെ വിടില്ല. നീയും ഇതുപോലെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയട്ടോ. അപ്പോൾ വിനയം പറയാണ്, അതെനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ അതിൽ ഒരു കൃത്രിമവും കാണിച്ചിട്ടില്ല. അവർ പറഞ്ഞതൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടുമില്ല. അവർ എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷേ ഞാൻ അത് ചെയ്യാതെ മുങ്ങി നടക്കുക തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട്
എനിക്ക് ധൈര്യത്തിൽ നിന്ന് പറയാം, ഞാൻ ഒരു തെറ്റും പിന്നീട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ വിനയൻ ആത്മവിശ്വാസത്തോട് ദാസാറിനോടും രഘുവിനോടും സംസാരിക്കുന്നത് അത് കേൾക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് വിനയന് നല്ല മാറ്റം വന്നിട്ടുണ്ട്, വിനയൻ്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അവന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചതുകൊണ്ട് തന്നെ ഇനി അവൻ തെറ്റ് ആവർത്തിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമൊക്കെയായിട്ട് അവർക്ക് മനസ്സിൽ ചിന്തിച്ച് കൂട്ടുന്നത്. പിന്നീട് രഘുവും ദാസാറും കൂടി നേരെ വിനയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വിനയൻ്റെ അമ്മാവനോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോനെ കാണണമെന്ന് തോന്നുന്നു, എന്താണ് അവർ ഒരു വിവരവും ഇല്ലല്ലോ, എന്താണ് അവർ വരാത്തത്, നീ ഏട്ടനൊന്ന് പോയി നോക്കുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മാവൻ പറയാണ്, നീ പിന്നെ എന്ത് കരുതി, അവരിപ്പോൾ നീ ഇവിടെ നിന്നും വിനയനെ കൊണ്ടുപോയിട്ടുള്ളത് നല്ല മനസ്സോടുക്കനെയാണെന്നാണോ നീ വിചാരിച്ചത്, അവനിപ്പോൾ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് അവർ നോക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിനൊന്നും സാധ്യതയില്ല, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുകയില്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അമ്മാവൻ സ്റ്റേഷനിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ദാസാറും രഘുവും കൂടിയിട്ട് ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, അവരാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് രഘുവും ദാസാറും കാര്യങ്ങളൊക്കെ പറയുകയാണ്, നിങ്ങളിപ്പോൾ വിനയൻ്റെ അടുത്തേക്ക് പോവേണ്ട ആവശ്യമില്ല, അവനിപ്പോൾ എന്തായാലും ഇന്ന് വിടാൻ സാധ്യതയില്ല, കാരണം SI സാർ അവിടെയില്ല, നാളെ ഉറപ്പായും അവനുമായി ഞങ്ങളിപ്പോൾ സംസാരിച്ചിട്ടാണ് വരുന്നത്, അവൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് മാനസാന്തരം വന്നതുപോലെയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം രഘു പറയുകയാണ് കേട്ടോ. അല്ല, എൻ്റെ മോനെ ഒന്ന് എനിക്ക് കാണണം, എൻ്റെ മോന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം കഴിക്കാൻ വേണ്ടിയിട്ട്, അവരൊന്നും കഴിക്കാതെയാണ് പോയത് എന്നുള്ള കാര്യം അമ്മ പറയുകയാണ്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ വിനയന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്, രാത്രിക്കത്തെ ഭക്ഷണം വരെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അമ്മയും അമ്മാവനും കൂടി ഇപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ വിനയൻ്റെ സ്വഭാവം ഇപ്പോൾ നല്ല മാറ്റം വന്നതാണ്, അപ്പോൾ ഒരു പക്ഷേ അവൻ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ കൂടെ എൻ്റെ അമ്മയും അമ്മാവനും ഉണ്ട് എന്നുള്ള ധൈര്യം അവൻ്റെ മനസ്സിൽ വരും, അതുകൊണ്ട് വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാൻ അവന് തോന്നുകയും ചെയ്യും, അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലം അവിടേക്ക് പോവണ്ട, ഞങ്ങൾ തന്നെ വിനയനെ പുറത്തിറക്കിയ ശേഷം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നോണ്ട് എന്നൊക്കെ പറഞ്ഞ് ദാസാറും രഘുവും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ അമ്മാവനും അമ്മയും കൂടി പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. അനുവിനെ കാണാൻ വേണ്ടി ദാസാറിൻ്റെ വീട്ടിലേക്ക് ഇന്ദ്രൻ വന്നിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് ഇന്ദ്രൻ ശബരിയെ വിളിക്കുകയാണ്, രഘുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് കാണുന്ന സമയത്താണ് ശബരിയെ വിളിക്കുന്നത്. അപ്പോൾ ശബരി കാര്യം പറയുന്നുണ്ട്, ദയയുടെ പേരിൽ കേസൊന്നും എടുത്തിട്ടില്ല, ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്താൽ പിന്നെ ദയയെ പുറത്തിറക്കും എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു കൊടുക്കേണ്ട. അങ്ങനെ ഫോൺ വെച്ച ശേഷം അനുവിനോടും ചീരുവിനോടും ചേർന്ന് ഇന്ദ്രൻ പറയുകയാണ്, ദയയുടെ പേരിൽ ഒരു കേസും എടുത്തിട്ടില്ല, SI സാർ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ദയയ്ക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്തത്, വന്നു കഴിഞ്ഞ് ശബരി അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദയയെ പുറത്തിറക്കും, നിങ്ങളിങ്ങനെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട, ദയയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ ഇന്ദ്രൻ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ഇന്ദ്രൻ പറയാണ്, ചീരു ഇന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്നാൽ അനു ഞങ്ങളുടെ കൂടെ അവിടേക്ക് വന്നൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അനു പറയാണ്, ഇല്ല, ഞാൻ അവിടേക്ക് വരാനുള്ള സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ എന്നെ ഇപ്പോഴും നിനക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. എനിക്ക് ഇന്ദ്രേട്ടന് ഒരു സംശയം, എൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത് എന്ന് അനു പറയുകയാണ്. അപ്പോൾ ഇന്ദ്രൻ അനുവിനോട് പറയുകയാണ്, എങ്കിൽ നമുക്ക് നാളെ തന്നെ ഒന്ന് പോയി സാരിയൊക്കെ എടുക്കായിരുന്നു, കല്യാണ സാരിയൊക്കെ എടുക്കായിരുന്നു, സോനയ്ക്കും സത്യനും അത്രയ്ക്ക് നിർബന്ധമുണ്ട് അനു വരണം എന്നുള്ളത് എന്ന് പറയാട്ടോ. അപ്പോൾ അനു ചോദിക്കുകയാണ്, അപ്പോൾ ഇന്ദ്രേട്ടന് ഒരു നിർബന്ധവും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് വീണ്ടും ഇന്ദ്രൻ ചോദിക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇന്ദ്രേട്ട, എന്തായാലും ഞാൻ വരാതിരിക്കുകയൊന്നുമില്ല, പക്ഷെ താമസിക്കേണ്ട കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ, എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്, അത് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഇനി അവിടെ താമസിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് ഇന്ദ്രൻ വിഷമത്തോടു കൂടി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ SI സാറ് സ്റ്റേഷനിലേക്ക് വന്ന സമയത്ത് ശബരി ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ, എനിക്കൊരു പരാതിയുമില്ല, എൻ്റെ പൈസ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള കാര്യം കൊടുക്കുന്ന സമയത്ത് SI സാറ് ദയയെ വിളിച്ചും ശബരിയെ വിളിച്ചും ഒരുമിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, ഭർത്താവിൻ്റെ പണമാണെങ്കിലും ആരും അറിയാതെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മോഷണം തന്നെയാണ് എന്ന് ദയോട് പറയട്ടോ. ആ സമയത്ത് ദയ ഒന്നും മിണ്ടാതെ ശബരിയെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വെറുതെ വിട്ട ശേഷം ശബരിയുടെ കൂടെ ദയ
ദയ പോകുമെന്നാണ് കേട്ടോ ശബരി അടക്കം വിചാരിച്ചിട്ടുണ്ടാവുക. രഘുവും ദാസാറും ഒക്കെ അത് തന്നെയാവട്ടോ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ദയ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തു ചാടി അഹങ്കാരത്തോടു കൂടി ദയ പറയുകയാണ് രഘുവിനെ കാണുന്ന സമയത്ത്. എനിക്ക് രഘുവേട്ട വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം, എനിക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടി ധൃതിയാകുന്നു, എനിക്ക് വേറെ ആരുടെ വീട്ടിലേക്കും പോവണ്ട എന്നും പറഞ്ഞ് ശബരിയെ ഒന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്യാതെ രഘുവിൻ്റെ കാറിൽ കയറിയിട്ട് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ദാസാറും രഘുവും ശബരിയും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് ദയയുടെ പെരുമാറ്റം കാണുന്ന സമയത്ത്. പിന്നീട് ശബരി വീട്ടിലെത്തിയ ശേഷം രാമനാഥൻ ചോദിക്കുകയാണ് കേട്ടോ, എന്താ ദയ നിൻ്റെ കൂടെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛ ദയയുടെ മനസ്സിൽ അതൊന്നുമല്ല, ഇപ്പോഴും ദയക്ക് എന്നോടുള്ള പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ അവൾ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ വരാൻ ഇഷ്ടമില്ലാത്ത, എൻ്റെ വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത അവളുടെ അടുത്തേക്ക് പിന്നെ ഞാൻ എന്തിനു പോവണം, പിന്നെ എന്തിന് ഞാൻ അവളുടെ വീട്ടിലേക്ക് അവളുടെ കാല് പിടിക്കാൻ പോവണം എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് രാമനാഥന് ഉത്തരം മുട്ടിപ്പോവുകയാണ്. ശബരി പറയുന്ന വാക്കുകൾ കാര്യമുണ്ട്, ദയക്ക് അഹങ്കാരം തന്നെയാണ് എന്നുള്ള കാര്യം രാമനാഥന് മനസ്സിലാവുകയാണ്. അങ്ങനെ ശബരി നേരെ റൂമിലേക്ക് കയറി പോവുകയാണ് കേട്ടോ വിഷമത്തോട് കൂടിയിട്ട്. അപ്പോൾ രാമനാഥനും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പിന്നീട് വീട്ടിലെത്തിയ ശേഷം അമ്പിളി അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ, നീ എന്തുകൊണ്ട് ശബരിയുടെ കൂടെ പോയില്ല, നീ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് പോലും ശബരി നിന്നോട് ക്ഷമിച്ചില്ലേ എന്നുള്ള കാര്യം അമ്പിളി ചോദിക്കാണ്ട്. ആ സമയത്തൊന്നും ദയക്ക് ഒരു കൂസലും ഇല്ലാതെ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് അമ്പിളിയോട് സംസാരിക്കുന്നത്.